എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ സയൻസിലെ 8ാമത്തെ അധ്യായമായ പ്രാണവായുവും ജീവരക്തവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ള മൊഡ്യൂൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബയോളജി മൊഡ്യൂളാണ്. 7ാം ക്ലാസ് സയൻസിലെ 8ാം അധ്യായമായ പ്രാണവായുവും ജീവരക്തവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചാപ്റ്റർ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇവിടെ ആദ്യം തന്നെയുണ്ട് അനുമോളുടെ നീന്തൽ പഠനം എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ്. നീന്തൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം എന്താണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി, അപ്പോൾ വായിലും മൂക്കിലും വെള്ളം കയറി ശ്വാസം കിട്ടാതെ വിഷമിച്ച ആ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് അവിടെ നിന്നും എല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ അറിയാതെ നമ്മൾ ശ്വസിച്ച് പോകുന്നുണ്ട്. അതെന്താ, നമ്മൾ ശ്വാസം പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്താണ്, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശ്വസിച്ച് പോകും. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി ഇവിടെ നോക്കേണ്ട ഒരു പോയിൻ്റ്, ഒരു ദിവസം ഏകദേശം 20,000 തവണയാണ് മനുഷ്യന്മാർ ശ്വസിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർ ഒരു ദിവസം ഏകദേശം എത്ര തവണ ശ്വസിക്കും എന്ന് ചോദിച്ചാൽ 20,000 തവണയാണ് മനുഷ്യന്മാർ ഒരു ദിവസം ശ്വസനം നടത്തുന്നത്. ശ്വസിക്കുന്നത് ഏകദേശം ഒരു ദിവസം 20,000 തവണയാണ്. ഇനി ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ച് നോക്കാം. ശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് നമ്മുടെ ഉച്ഛ്വാസവും നിശ്വാസവും ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. വായു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം, അതാണ് എന്ത് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ വായു പുറത്ത് വിടുന്നതിനെ നമ്മൾ നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്ന് പറയും. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം എന്താണ്, ഉച്ഛ്വാസമാണ്. വായു പുറത്തേക്ക് വിടുന്നത് എന്താണ്, നിശ്വാസം. ഉള്ളിലേക്ക് ഉച്ഛ്വാസം ഉ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഉള്ളിലേക്ക് ഉച്ഛ്വാസം ഉ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് കണക്ട് ആവും. അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസവും പുറത്ത് വിടുന്നതിന് നിശ്വാസവും. ഇംഗ്ലീഷിലാണെങ്കിൽ ഉച്ഛ്വാസത്തിന് ഇൻസ്പിറേഷൻ എന്നും പുറത്ത് വിടുന്നതിന് നിശ്വാസത്തിന് എക്സ്പിറേഷൻ എന്നും പറയും. ഇനി വാരിയെല്ലിൻ്റെ ചലനം എന്നുള്ള ഭാഗത്ത് പറയുന്ന കാര്യം നോക്കാം. നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ വാരിയെല്ലിന് എന്താണ് സംഭവിക്കുക, വാരിയെല്ലിൻ്റെ ചലനം എങ്ങനെയാണ്? വാരിയെല്ല് ഉയരുകയും വികസിക്കുകയും ചെയ്യും. ഉച്ഛ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വാരിയെല്ല് ഉയരുകയും വാരിയെല്ലും കൂടെ ഉയരുകയും വികസിക്കുകയും ചെയ്യും. ഇനി നിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഇത് വാരിയൻകൂട് താഴുകയും അതേപോലെ സങ്കോചിക്കുകയും ചെയ്യും. അപ്പോൾ വാരിയലിൻ്റെ ചലനം എങ്ങനെയാണ് വരുന്നത്, ഉച്ഛ്വസിക്കുമ്പോൾ വാരിയലും കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യും. നിശ്വസിക്കുമ്പോൾ വാരിയല് സങ്കോചിക്കുകയും താഴുകയും ചെയ്യും. വാരിയലിൻ്റെ കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യും. അപ്പോൾ വാരിയലിൻ്റെ ചലനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ. ഒരു ജോഡി ശ്വാസകോശങ്ങളാണ് മനുഷ്യൻ്റെ മുഖ്യ ശ്വസനാവയവം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ശ്വസനാവയവം എന്ന് പറയുന്നത് എന്താണ്, ഒരു ജോഡി ശ്വാസകോശങ്ങളാണ്. ഒരു ജോഡിയായിട്ടാണ് നമുക്ക് ശ്വാസകോശങ്ങൾ മനുഷ്യ ശരീരത്തിലുള്ളത്. അതാണ് മനുഷ്യൻ്റെ മുഖ്യ ശ്വസനാവയവം എന്ന് പറയുന്നത്. ഔരാശയത്തിലെ വാരിയെല്ലിൻ്റെ കൂടിനുള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്. ഔരാശയം അഥവാ തോറക്സിൻ്റെ വാരിയെല്ലിൻ കൂടിൻ്റെ ഉള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്. ഒരു ജോഡി ശ്വാസകോശങ്ങളാണ് മനുഷ്യൻ്റെ പ്രധാന മുഖ്യ ശ്വസനാവയവം എന്ന് പറഞ്ഞു. ശ്വാസകോശം കാണപ്പെടുന്നത് ഔരാശയത്തിൽ വാരിയെല്ലിൻ കൂടിൻ്റെ ഉള്ളിലാണ്. ഔരാശയത്തിൽ, അതായത് തോറക്സിൽ വാരിയെല്ലിൻ്റെ കൂടിൻ്റെ ഉള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഈ ശ്വാസകോശത്തിലേക്ക് വായു എത്തുന്നത് എന്ന് നോക്കാം. ആദ്യം എന്താണ്, നാസാദ്വാരം വഴി, നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം വഴി നമ്മൾ വായു എടുക്കും.
ആ വായു എന്ത് ചെയ്യും? ശ്വസനനാളത്തിലൂടെ ശ്വസനി വഴി ശ്വാസകോശത്തിലേക്ക് എത്തും. നാസദ്വാരത്തിലൂടെ നമ്മൾ എടുക്കുന്ന വായു ശ്വസനനാളം വഴി ശ്വസനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തും. ഇങ്ങനെയാണ് മനുഷ്യനിൽ ശ്വാസോച്ഛ്വസനം നടക്കുന്നതിൻ്റെ പ്രവർത്തനം. ഇനി നമുക്കതിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ശ്വസനനാളം എന്ന് പറയുന്നത് എന്താണ്? നീണ്ട ഒരു പൈപ്പ് പോലുള്ള കുഴലാണിത് ശ്വസനനാളം. ആ ശ്വസനനാളത്തിൽ നിന്ന് പിന്നീട് വരുന്ന ചെറിയ ചെറിയ കുഴലുകളെയാണ് നമ്മൾ ശ്വസനി എന്ന് പറയുന്നത്. പിന്നെ ശ്വാസകോശം. ഇങ്ങനെയാണ് ശ്വാസകോശത്തിൻ്റെ ഘടന വരുന്നത്. ഇനി മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവയാണ്. അപ്പോൾ മനുഷ്യൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ഒന്നും കൂടി പറയാം. മൂക്ക്, ശ്വസനനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. അതിൽ മൂക്ക് എന്നുള്ളത് പ്രത്യേകം പഠിച്ചിരിക്കുക. ബാക്കിയുള്ളതിലൊക്കെ എന്താണ്? എന്നുണ്ട്. ശ്വാസം എന്നുള്ളതിനുണ്ട്. ശ്വസന വ്യവസ്ഥ എന്നുള്ളതിൽ തന്നെ ശ്വാസ എന്നുള്ള പേര് ബാക്കി 3 വരുന്നുണ്ട്. ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ശ്വാസനാളം എന്താണ്? ഒരു നീണ്ട പൈപ്പ് പോലെയാണ്. ശ്വാസനാളത്തിൻ്റെ ശാഖകളാണെന്ത്? ശ്വസനികൾ എന്ന് പറയുന്നത്. ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. നമുക്കത് ചിത്രം നോക്കിയിട്ട് പറയാം. ശ്വാസനാളം എന്ന് പറയുന്നത് ഇതാണ് എന്ത്? ശ്വാസനാളം എന്ന് പറയുന്നത്. അത് ഏകദേശം എന്താണ്? ഒരു നീണ്ട പൈപ്പ് പോലെയുള്ള ഭാഗമാണെന്ത്? ശ്വാസനാളം. ശ്വസനി എന്ന് പറയുന്നത് ഈ ശ്വാസനാളത്തിൽ നിന്ന് പിന്നീട് പിരിഞ്ഞു പോയ ഈ ചെറിയ ഇതാണെന്ത്? ചെറിയ ഭാഗങ്ങളെയാണ് നമ്മൾ ശ്വസനി എന്ന് പറയുന്നത്. ഇനി ശ്വാസനാളത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ശ്വാസനാളത്തെ പൊതിഞ്ഞിരിക്കുന്നത് സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാണ്. ഇവിടെ ഇങ്ങനെ ഒരു വട്ടായിട്ട് നമുക്കിങ്ങനെ തോന്നുമല്ലോ. ഇതെന്താണ്? സി ആകൃതിയുള്ള തരുണാസ്ഥികൾ കൊണ്ടാണ് എന്ത്? ശ്വാസനാളത്തെ പൊതിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശ്വാസനാളത്തിൻ്റെ ആവരണം എന്ന് പറഞ്ഞാൽ സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാണ്. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൈപ്പ് പോലെ നീണ്ട ഭാഗമാണ്. ശ്വസനി എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിൽ നിന്നുള്ള ശാഖകളാണെന്ത്? ശ്വസനി എന്ന് പറയുന്നത്. അപ്പോൾ തരുണാസ്ഥികൾ കൊണ്ടാണ് എന്ത്? ശ്വാസനാളത്തെ ബലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ശ്വാസകോശം എന്താണ്? സ്പോഞ്ച് പോലെയാണ്. ഇത് നമുക്ക് ഈ ടി വിയിൽ പുകവലിൻ്റെ ആട് കണ്ടിട്ട് മനസ്സിൽ കയറിയൊരു സംഭവമാണെന്ത്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നുള്ളത്. അതിലെന്താണ്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതിൽ നിരവധി വായു അറകളുണ്ട്. ശ്വാസകോശത്തിൽ നിരവധി വായു അറകളുണ്ട്. വലതു ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പിന്നെ ശ്വാസകോശത്തിൽ എന്തുണ്ട്? നിരവധി വായു അറകളുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലിപ്പം കൂടുതലാണ്, അല്ലെങ്കിൽ അല്പം വലുതാണ്. ഇപ്പോൾ ശ്വാസകോശത്തിൻ്റെ 3 പ്രത്യേകതകൾ: സ്പോഞ്ച് പോലെയാണ്, നിരവധി വായു അറകളുണ്ട്, വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. 3 പ്രത്യേകതകൾ മനസ്സിലാക്കുക. അതുപോലെ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ: മൂക്ക്, ശ്വസനനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. അതും നോട്ട് ചെയ്ത് വെക്കുക. ശ്വസനം നടക്കുമ്പോൾ എന്താണ്? ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ശ്വാസകോശങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ മനസ്സിലാക്കി. മൂക്കിലൂടെ പ്രവേശിക്കുന്ന വായു ശ്വാസകോശത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ശ്വാസകോശം എന്താണ്? സ്പോഞ്ച് പോലെയാണ്. ശ്വാസകോശം വികസിക്കുമ്പോഴാണെന്ത്? വായു അകത്തേക്ക് കടക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ശ്വാസകോശം എന്താണ്? സ്പോഞ്ച് പോലെയാണ്. ഇപ്പോൾ ശ്വാസകോശം വികസിക്കുമ്പോൾ എന്താണ്? വായു അകത്ത് കടക്കും. അതുപോലെ സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. മാംസപേശികളില്ലാത്തതിനാൽ ശ്വാസകോശങ്ങൾക്ക് എന്താണ്? സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല. ശ്വാസകോശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്?
മാംസപേശികളില്ലാത്ത അവയവമാണെന്ത്? ശ്വാസകോശം. അതുകൊണ്ട് അവർക്ക് സ്വയം സങ്കോചിക്കാനോ വികസിക്കാനോ കഴിയില്ല. മറിച്ച് ശ്വാസകോശം വികസിക്കുമ്പോഴാണെന്ത്? വായു അകത്തേക്ക് കടക്കുന്നത്. സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വായു അകത്തേക്ക് കടക്കുമ്പോൾ ശ്വാസകോശം വികസിക്കും. പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? സങ്കോചിക്കുകയും ചെയ്യും. അതേപോലെ ശ്വാസകോശങ്ങൾക്ക് എന്ത് മാംസപേശികളില്ലാത്തത് കൊണ്ട് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ ഇവക്ക് കഴിയില്ല. ഇനി ഇങ്ങനെയാണ് ശ്വാസകോശത്തിൻ്റെ ഒരു മാതൃക നിർമ്മിക്കാനുള്ള ഒരു പരീക്ഷണമാണ്. അത് നമുക്ക് പരീക്ഷണം ചെയ്തു നോക്കാനാണ്. നമുക്കത് സ്കിപ്പ് ചെയ്യാം. അവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇവിടെ ശ്വാസകോശത്തിൻ്റെ ഡയഫ്രമാണ്. അവിടെ നമ്മളെന്താണ് ഒരു ബലൂൺ വെച്ചുള്ള പരീക്ഷണമാണ്. അവിടെ ഡയഫ്രത്തിന് വരെ ബലൂണാണ് ഉപയോഗിച്ചത്. ഔരാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണെന്ത്? ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത് ആരാണ്? ഔരാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണെന്ത്? ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ഡയഫ്രം എന്നുള്ള ഈ ഒരു ഭാഗമാണ്. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഡയഫ്രമാണ്. അത് ഈ താഴെയുള്ള ഈ ഭാഗമാണെന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ചാർട്ട് നോക്കാം, ചിത്രം നോക്കാം. എന്താണ്? നിശ്വസിക്കുമ്പോഴും ഉച്ഛ്വാസം നടത്തുമ്പോഴുള്ള പ്രവർത്തനങ്ങളുടെ ചാർട്ടാണത്. നോക്കാം. നിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടും. നിശ്വസിക്കുമ്പോൾ നമുക്കറിയാം വായു പുറന്തള്ളുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിൽ നിന്നുള്ള വായു പുറന്തള്ളപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഔരാശയത്തിലെ വായുമർദ്ദം കൂടും. അതിൻ്റെ ഫലമായിട്ട് എന്താവും? ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകും. അപ്പോൾ നിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടും. ഔരാശയത്തിലെ വായുമർദ്ദം കൂടും. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകും. ഇനി ഉച്ഛ്വാസ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. ഉച്ഛ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ഛ്വാസം നടക്കുമ്പോൾ ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. ഔരാശയത്തിലെ വായുമർദ്ദം കുറയും. നേരത്തെ വായുമർദ്ദം കൂടുകയാണെങ്കിൽ ഇവിടെ ഔരാശയത്തിലെ വായുമർദ്ദം കുറയും. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഒന്നും കൂടിയും പറയാം. ഉച്ഛ്വാസത്തിലാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക? ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. ഔരാശയത്തിലെ വായുമർദ്ദം കുറയും. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നിശ്വാസം നടക്കുമ്പോഴും ഉച്ഛ്വാസം നടക്കുമ്പോഴുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളതാണ് ഈ ചാർട്ട് തന്നിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി താഴെ ഒരു പട്ടിക ഉണ്ട്. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അടങ്ങിയിട്ടുള്ള വാതകങ്ങളും അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ അളവും കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഉച്ഛ്വാസവായുവിലാണെങ്കിൽ എന്താണ്? ഓക്സിജൻ 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, നൈട്രജൻ 78%, ജലബാഷ്പം 0.96%. ഇങ്ങനെയാണ് എന്ത്? ഉച്ഛ്വാസവായുവിലുള്ള ഘടകങ്ങളുടെ അളവ്. അപ്പോൾ ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഘടകം ഏതാണ്? നൈട്രജനാണ്, 78%. അതിനുശേഷം ഏതാണ്? ഓക്സിജനാണ്, 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.4% ഉണ്ട്. ജലബാഷ്പം 0.96%. ഉച്ഛ്വാസവായുവിലെ ഘടകങ്ങളും അതിൻ്റെ ശതമാനം നോക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉച്ഛ്വാസവായുവുള്ള ഘടകം നൈട്രജനാണ്. എത്ര ശതമാനമാണ്? 78%. ഇനി നിശ്വാസവായുവിലെ ഘടകങ്ങളും അവയുടെ ശതമാനം നോക്കാം. നിശ്വാസവായുവിലാണെങ്കിൽ എന്താണ്? ഓക്സിജൻ 15%. ഉച്ഛ്വാസത്തിലാണെങ്കിൽ 21 നിശ്വാസവായുവിലെ ഓക്സിജൻ 15%. കാർബൺ ഡൈ ഓക്സൈഡ് 4%. നൈട്രജൻ 78%. ജലബാഷ്പം കൂടുതലാണ്, 3% ജലബാഷ്പവും ഉണ്ട്. അപ്പോൾ നൈട്രജന് ഉച്ഛ്വാസവായുവിലാണെങ്കിലും നിശ്വാസവായുവിലാണെങ്കിലും നൈട്രജൻ്റെ അളവ് എപ്പോഴും എന്താണ്? തുല്യമാണ്, 78%. എന്നാൽ ഉച്ഛ്വാസവായുവിൽ ജലബാഷ്പം
0.96% ആണെങ്കിൽ നിശ്വാസവായുവിൽ ജലബാഷ്പം 3%. ഓക്സിജൻ ഉച്ഛ്വാസവായുവിൽ 21% ആണെങ്കിൽ നിശ്വാസവായുവിൽ 15%. കാർബൺ ഡൈ ഓക്സൈഡ് ഉച്ഛ്വാസവായുവിൽ 0.04% ആണെങ്കിൽ നിശ്വാസവായുവിൽ എത്രയാണ്? 4%. അപ്പോൾ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഏറ്റവും കൂടുതൽ അടങ്ങിയ ഘടകം നൈട്രജനാണ്, 78%. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നിശ്വാസവായുവിൽ ഓക്സിജൻ തന്നെയാണ്, ഉച്ഛ്വാസവായുവിലും ഓക്സിജൻ തന്നെയാണ്. ഉച്ഛ്വാസത്തിൽ 21%, നിശ്വാസത്തിൽ 15%. ജലബാഷ്പം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നിശ്വാസവായുവിലാണ്, ഉച്ഛ്വാസവായുവിൽ ജലബാഷ്പം കുറവാണ്. ഈ ജലബാഷ്പം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ശ്വസിക്കുമ്പോൾ നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കണ്ണാടിയിലേക്ക് ഊതിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു മഞ്ഞ് പോലെ നമുക്ക് കാണുന്നത് എന്താണ്? ഈ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങളും അവയുടെ ശതമാനം എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങൾ ഏതിൻ്റെയൊക്കെ അളവാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ ഈ ടേബിൾ നോക്കിയപ്പോൾ മനസ്സിലായതാണ്. നിശ്വാസവായുവിൽ ജലബാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ എന്നാണ്. ഇവിടെ എന്താണ്, 2 പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ട്, ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ 2 പ്രവർത്തനങ്ങളുണ്ട്, പരീക്ഷണങ്ങളാണ്. ആദ്യത്തെ എന്താണ്, കണ്ണാടിയിൽ നിശ്വാസവായു പതിപ്പിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുകളിൽ മഞ്ഞ് പോലെ പതിപ്പിച്ചാൽ എന്ത് ചെയ്യും? കണ്ണാടിക്ക് മുകളിൽ മഞ്ഞ് പോലെ കാണാം. ഇതെന്താണ്, വായുവിലെ നീരാവി കണ്ണാടിയിൽ തട്ടി തണുത്തുണ്ടായ ജലബാഷ്പമാണെന്ത് നമുക്ക് ആ മഞ്ഞ് പോലെ കാണുന്നത്. രണ്ടാമത്തേത് എന്താണ്, 2 ബീക്കറുകളിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം പകുതി വരെ എടുത്തുകൊണ്ട് ഒന്നിൽ സ്ട്രോ വെച്ച് ഊതാനും മറ്റേതിൽ ഡ്രോപ്പർ ഉപയോഗിച്ച് അന്തരീക്ഷ വായു പലതവണ കടത്തിവിടാനാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായി മാറും. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്തത് പാൽ നിറമായിട്ട് മാറുന്നത്. ഇനി അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പാൽ നിറം എന്നുള്ള ഭാഗത്ത്. ചുണ്ണാമ്പ് വെള്ളം എന്താണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ ആ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ അതെന്ത് ചെയ്യും, കാൽഷ്യം കാർബണേറ്റായി മാറും. അങ്ങനെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറും. അപ്പോൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ വെളുത്ത നിറമാക്കി മാറ്റുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രവർത്തിച്ച് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുമ്പോഴാണ് എന്ത്, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആവും. അങ്ങനെയാണത് ചുണ്ണാമ്പ് വെള്ളം വെളുത്ത പാൽ നിറമായി മാറുന്നത്. ഇനി ശ്വാസം തടസ്സപ്പെട്ടാൽ ചെയ്യേണ്ട 2 എമർജൻസി കാര്യങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ ശ്വാസം എങ്ങനെയാണ് തടസ്സപ്പെടുക, ചില സന്ദർഭങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റോ എന്ത് ചെയ്യും, ശ്വാസനാളത്തിൽ കുടുങ്ങിയാൽ നമുക്ക് ശ്വസനം തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുതിർന്നവരിലും കുട്ടികളിലും സ്വീകരിക്കേണ്ട പ്രാഥമ ശുശ്രൂഷ എന്താണ് എന്നുള്ളത് നോക്കാം. മുതിർന്നവരിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വ്യക്തിയുടെ പിന്നിൽ നിന്ന് വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു കൈപ്പത്തി ചുരുട്ടി പിടിച്ച് വാരിയലിന് താഴെ വെച്ച് മറ്റേ കൈപ്പത്തി എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ വെച്ച് അമർത്തുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. മുതിർന്നവരിലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി കുട്ടികളിലാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ, കുട്ടിയെ മടക്കി വെച്ച കാലിൽ കുട്ടിയെ കമഴ്ത്തി കിടത്തിക്കൊണ്ട് തോളലിക്കിടയിൽ ശക്തിയായിട്ട് കൊട്ടുക. കുട്ടിയെ കമഴ്ത്തി കിടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, തോളലിൻ്റെ അവിടെ ശക്തിയായിട്ട് കൊട്ടുക. ഇങ്ങനെ 2 രീതിയിലാണ് എന്ത്, മുതിർന്നവരിലും കുട്ടികളിലും നമ്മൾ ശ്വാസതടസ്സം നേരിട്ടാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷ ഇങ്ങനെയാണ്. ഇനി വിവിധ ജീവികളുണ്ട്, അതിൻ്റെ ശ്വസനത്തിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു കോളത്തിൽ. അപ്പോൾ എങ്ങനെയാണ് അവ ശ്വസിക്കുന്നത് എന്നുള്ളത് നോക്കാം. അമീബ എങ്ങനെയാണ്, അമീബ ഏകകോശ ജീവി ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ശ്വസനാവയവം ഇല്ല. അപ്പോൾ പിന്നെ ഇവ എങ്ങനെയാണ് വായു അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നത്, കോശസ്തരത്തിലൂടെയാണ് എന്ത്, വായു അകത്തേക്കും പുറത്തേക്കൊക്കെ വ്യാപിക്കുന്നത്. ഇനി മണ്ണിരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈർപ്പമുള്ള ത്വക്കാണ് എന്ത്, ഈർപ്പമുള്ള തൊലിയാണ് മണ്ണിരയുടെ ശ്വസനാവയവം. അതുകൊണ്ടാണ് എന്ത്, മണ്ണിരകളെ എപ്പോഴും നല്ല നനവുള്ള മണ്ണിൽ മാത്രം കാണാനുള്ള കാരണം എന്താണ്, ഈർപ്പമുള്ള തൊലിയാണ് എന്ത്, മണ്ണിരയുടെ ശ്വസനാവയവം. ഇനി ഷഡ്പദങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഷഡ്പദങ്ങളുടെയും ശരീരത്തിൽ എന്ത് ചെയ്യും, ശരീരത്തിൻ്റെ വശത്ത് നിരനിരയായിട്ട് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. ഈ സുഷിരവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന
നളികാജാലമാണെന്ത് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. അപ്പോൾ ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് എന്താണ്? നളികാജാലമാണ്. ഈ നളികാജാലം എവിടെയാണ് കാണപ്പെടുന്നത്? ഷഡ്പദങ്ങളുടെ ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായിട്ട് കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ത് നളികാജാലം കാണപ്പെടുന്നത്. ഇനി മത്സ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങളാണ് എന്ത് മത്സ്യങ്ങളുടെ ശ്വസനാവയവം എന്ന് പറയുന്നത്. വായുവിലൂടെ എന്ത് ചെയ്യും? അകത്തേക്ക് എടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടും. ഇങ്ങനെയാണെന്ത് ഈ ശകുലങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യങ്ങൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. എന്നാൽ ചില മത്സ്യങ്ങൾ നമുക്കറിയാം, അക്വാറിയത്തിലുള്ള മത്സ്യമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എന്താണ് മുകളിലേക്ക് വന്നിട്ട് വെള്ളം ഇങ്ങനെ അകത്തേക്കാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചില മത്സ്യങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അന്തരീക്ഷ വായു നേരിട്ട് ശ്വസിക്കാനുള്ള സംവിധാനം ഉണ്ട്. എന്ത് ചെയ്യും? ചെകിളപ്പൂക്കൾ വഴിയല്ലാതെ അന്തരീക്ഷ വായു നേരിട്ട് ശ്വസിക്കാനുള്ള സംവിധാനം ചില മത്സ്യങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സംവിധാനം ഒരിക്കലും സ്ഥിരമല്ല. അതെന്താണ്? താൽക്കാലികമാണ്. കാരണം അത് താൽക്കാലിക ആയതുകൊണ്ടാണ് എന്ത് ഇവക്ക് ഈ കൂടുതൽ സമയം വെള്ളത്തിൻ്റെ പുറത്ത് കരയിൽ ജീവിക്കാൻ കഴിയാത്തത്. നമ്മുടെ മുഷി, വരാല്, ഈല് തുടങ്ങിയ മത്സ്യങ്ങൾക്കൊക്കെ എന്താണ് ഇങ്ങനെ അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള കഴിവുണ്ട്. ഇനി ഉഭയജീവിയായ തവളയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്? കരയിലാകുമ്പോൾ തവള ശ്വസിക്കുന്നത് ശ്വാസകോശം വഴിയാണ്. എന്നാൽ വെള്ളത്തിലാകുമ്പോൾ ശ്വസനം നടത്തുന്നത് ത്വക്കിലൂടെയാണ്. അപ്പോൾ തവളയുടെ പ്രത്യേകത എന്താണ്? തവള ഒരു ഉഭയജീവിയാണ്. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ്. അപ്പോൾ തവള പുറത്താകുമ്പോൾ നോർമലാണ്, അതിൻ്റെ ശ്വാസകോശം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്വസിക്കുന്നത്. എന്നാൽ വെള്ളത്തിലാകുമ്പോൾ അത് ത്വക്കിലൂടെയാണ് ശ്വസനം നടത്തുന്നത്. ഇനി ഇവിടെ കുട്ടികളുടെ സംഭാഷണം നോക്കാം നമുക്ക്. സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ മറ്റേ കുട്ടി പറയണം അല്ലല്ല, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത്. അവ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ മനുഷ്യന്മാരെ പോലെ തന്നെ സസ്യങ്ങളും ശ്വസിക്കുന്നത് വാതകം എപ്പോഴും എന്താണ്? ഓക്സിജനാണ്. കൺഫ്യൂഷൻ വരരുത്, മാറരുത്. കാർബൺ ഡൈ ഓക്സൈഡ് അവ എന്ത് ചെയ്യണം? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവ വലിച്ചെടുക്കുന്നത്. പക്ഷേ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം മനുഷ്യന്മാരെ പോലെ തന്നെ എന്താണ്? ഓക്സിജനാണ്. പക്ഷേ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാരെ പോലെ എപ്പോഴും ശ്വസിക്കില്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് എന്ത് അവ ശ്വസിക്കുന്നത്. ജീവികൾ അവയുടെ പരിസരത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്വസനം എന്ന് പറയുന്നത്. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്വസനം എന്ന് പറയുന്നത്. ഇനി സസ്യങ്ങളുടെ ശ്വസനം ഒന്ന് നോക്കാം. സസ്യങ്ങളിലുള്ള ശ്വസനം എങ്ങനെയാണ്? സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ അതേപോലെ തന്നെ എന്താണ്? സസ്യങ്ങളും എന്ത് ചെയ്യും? ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ വഴിയാണെന്ത് ഈ വാതക വിനിമയം നടക്കുന്നത്. ഇപ്പോൾ സസ്യങ്ങൾ ശ്വസനം നടത്തുന്നത് എങ്ങനെയാണ്? ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ വഴിയാണെന്ത് സസ്യങ്ങൾ വാതക വിനിമയം നടത്തുന്നത്. സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് എന്ത് സസ്യങ്ങൾ ശ്വാസോച്ഛ്വാസനം നടത്തുന്നത് അഥവാ വാതക വിനിമയം നടത്തുന്നത്. ഇനി നമ്മൾ ജന്തുക്കളെ വെച്ച് നോക്കുമ്പോൾ സസ്യങ്ങൾക്ക് എന്താണ്? ശ്വസന നിരക്ക് വളരെ കുറവാണ്. ജന്തുക്കളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു, ഒരു ദിവസം ഏകദേശം 20,000 തവണ ശ്വസനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ മറ്റു ജന്തുക്കളും ഏകദേശം നന്നായി ശ്വസനം നടത്തുന്നവയാണ്. അവയെ വെച്ച് നോക്കുമ്പോൾ സസ്യങ്ങൾ എന്താണ്? ശ്വസന നിരക്ക് സസ്യങ്ങളുടേത് വളരെ കുറവാണ്. ഇനി നമുക്ക് ശ്വസനവായു രക്തത്തിലേക്ക് എന്നുള്ള ഭാഗമാണ് ഇനി പറയുന്നത്, അത് നോക്കാം. ശ്വാസവായു രക്തത്തിലേക്ക് എന്നുള്ള ഭാഗത്ത് പറയുന്ന പോയിന്റിൽ നോട്ട് ചെയ്യേണ്ടതാണെന്ത്? ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്താണ്? രക്തമാണ്. ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് രക്തമാണ്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതും രക്തമാണ്.
അതുപോലെ തന്നെ ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ്. ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ്. അപ്പോൾ രക്തം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നു. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചുകൊണ്ട് അതിനെ ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. അതുപോലെ ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? രക്തമാണ്. ഇനി കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ആരാണ്? ഓക്സിജനാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും ഒക്കെ സംവഹനം ചെയ്യുന്നത് രക്തമാണ് സംവഹനം ചെയ്യുന്നത്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും ഒക്കെ സംവഹനം ചെയ്യുന്നത് രക്തമാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രക്തം ചെയ്യുന്ന കാര്യം. ഇനി മനുഷ്യ രക്തത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ രക്തത്തിൻ്റെ നിറം എന്താണ്? ചുവപ്പാണ്. അതിൻ്റെ കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറം നൽകാൻ കാരണം. അപ്പോൾ മനുഷ്യ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ് മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറം നൽകാൻ കാരണം. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ സംവഹിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിൽ പങ്കുവഹിക്കുന്നത് എന്താണ്? ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ്? ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും ആണെന്ത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ ഒരു സംയുക്തമാണ് ഹീമോഗ്ലോബിൻ എന്നും പറയാം. അതുപോലെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് ഹീമോഗ്ലോബിന് പങ്കുവഹിക്കുന്നു. ഇനി മറ്റു ജീവികളുടെ കാര്യമാണെങ്കിലോ, ഷഡ്പദങ്ങളിൽ ശരീര അറകൾ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഷഡ്പദങ്ങളിലാണെങ്കിൽ എങ്ങനെയാണ്? അവയുടെ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ ഈ ദ്രാവകത്തിന് ചുവപ്പ് നിറമില്ല. അതുകൊണ്ടെന്താണ് ഒഴുകാനൊരു പ്രത്യേക കോയലുകളും ഇല്ല. മനുഷ്യൻ്റേതുപോലെ ഷഡ്പദങ്ങളിൽ ഈ ദ്രാവകം ഒഴുകാൻ പ്രത്യേകം കോയലുകളില്ല. ഹീമോഗ്ലോബിൻ ഇല്ലാത്തതുകൊണ്ട് ഇവക്ക് ചുവപ്പ് നിറവും ആവശ്യമില്ല. എന്നാൽ നമ്മൾ അമീബ പോലുള്ള ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് ഒരു പ്രത്യേക സംവിധാനം ആവശ്യമില്ല. നമ്മൾ ശ്വസനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോശദ്രവ്യമാണ് ഇവിടെ സംവഹന മാധ്യമം. കോശസ്ഥിരമായിരുന്നു, പിന്നെ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടെങ്കിൽ കോശത്തിൻ്റെ ദ്രവ്യമാണ് ഇവക്ക് സംവഹനത്തിനുള്ള മാധ്യമം. ഏകകോശ ജീവികൾക്ക് പദാർത്ഥത്തിൻ്റെ സംവഹനത്തിന് കോശദ്രവ്യമാണ് സംവഹന മാധ്യമം. ഷഡ്പദങ്ങളിലാണെങ്കിൽ അവയുടെ ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ അവയ്ക്ക് ചുവപ്പ് നിറമില്ല. ആ ചുവപ്പ് നിറമില്ലാത്ത ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത്. ഇനി ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചുള്ളൊരു ഫാക്റ്റ് ഇവിടെ ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്നത് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് ഹിപ്പോപ്പൊട്ടാമസ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് അല്ലെങ്കിൽ ബ്ലഡ് സ്വെറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ സത്യത്തിൽ രക്തമല്ല, വിയർപ്പുമല്ല. രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം സ്രവമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഈ തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ നമ്മൾ പറയുന്നു? ബ്ലഡ് സ്വെറ്റ് അല്ലെങ്കിൽ രക്തവിയർപ്പ് എന്നൊക്കെ പറയും. എന്നാൽ സത്യത്തിൽ രക്തമല്ല, വിയർപ്പുമല്ല. മറിച്ച് രോഗാണുക്കളെ നശിപ്പിക്കാൻ
ത്വക്കിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണെന്ത് ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഈ ബ്ലഡ് സ്വെറ്റ് അല്ലെങ്കിൽ രക്തവിയർപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ദ്രവം. ഇനി ഇവിടെ രക്തകോശങ്ങളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് രക്തകോശങ്ങളുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. ചുവന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ്, അതിൻ്റെയൊക്കെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ അധികം വിശദീകരിച്ച് പോകുന്നില്ല. ഇവിടെ ജസ്റ്റ് പോവുള്ളൂ. ഡീറ്റെയിൽഡായിട്ട് ഇനി വരാം, കടക്കുന്നേ ഉള്ളൂ. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന സ്രവഭാഗവും ചേർന്നതാണെന്ത് രക്തം എന്ന് പറയുന്നത്. വെളുത്ത രക്തകോശങ്ങൾ 5 തരത്തിലുണ്ട്. പ്ലാസ്മയുടെ 90% എന്താണ് ജലമാണ്. അപ്പോൾ ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിങ്ങനെയുള്ള കോശങ്ങളും അതുപോലെ പ്ലാസ്മ എന്നുള്ള ദ്രവഭാഗവും ചേർന്നതാണ് എന്ത് രക്തം എന്ന് പറയുന്നത്. വെളുത്ത രക്തകോശങ്ങൾ തന്നെ ഉണ്ട് 5 വിധത്തിലുണ്ട്. പ്ലാസ്മയുടെ 90% എന്താണ് ജലമാണ്. പ്ലാസ്മയുടെ 90% ജലമാണ്. ഇനി രക്തപര്യനം അഥവാ ബ്ലഡ് സർക്കുലേഷൻ, മനുഷ്യനിലെ രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. രക്തം എങ്ങനെയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് എന്ന് ചിത്രം നിരീക്ഷിച്ച് നോക്കാനാണ് നമ്മളോട് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണെന്ത് രക്തപര്യനം എന്ന് പറയുന്നത്. ഇപ്പോൾ രക്തപര്യനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കും, പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് രക്തത്തെ തിരിച്ച് ഹൃദയത്തിലും എത്തിക്കും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ രക്തപര്യനം എന്ന് പറയുന്നത്. ഇനി രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയമുണ്ട്, രക്തക്കുഴലുകളുണ്ട്, രക്തമുണ്ട്, അതുപോലെ രക്തപര്യന, ഈ മൂന്നും ചേർന്നതാണെന്ത് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഹൃദയവും രക്തക്കുഴലുകളും രക്തവും ചേർന്ന പര്യന വ്യവസ്ഥയാണ് നമ്മൾ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവയാണ്. 3 തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ധമനികൾ, സിരകൾ, ലോമികകൾ. മനുഷ്യ ശരീരത്തിൽ 3 തരം രക്തക്കുഴലുകളാണുള്ളത്. ഏതൊക്കെയാണ്? ധമനികൾ, സിരകൾ, ലോമികകൾ. ഒന്നും കൂടി പറയാം. ധമനികൾ, സിരകൾ, ലോമികകൾ എന്നിങ്ങനെ 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഇനി രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയവും രക്തക്കുഴലുകളും രക്തവുമാണ് എന്ത് രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇനി 3 തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അവ ഏതാണെന്ന് ചോദിച്ചാൽ ധമനികൾ, സിരകൾ, ലോമികകൾ. ഈ 3 തരത്തിലുള്ളതാണെന്ത് ഇവിടെ ഫോട്ടോ തന്നിട്ടുണ്ട്. ധമനി, ലോമിക, സിര, ഇങ്ങനെ 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണെന്ത് മനുഷ്യ ശരീരത്തിലുള്ളത്. ഇനി ഇവിടെ രക്തപര്യന വ്യവസ്ഥ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ ആണ് തന്നിട്ടുള്ളത്. ബ്ലഡ് സർക്കുലേഷൻ്റെ ഹൃദയം, ധമനി, രക്തക്കുഴലുകൾ, ഇത് 3 ചേർന്നതാണെന്ത് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. രക്തക്കുഴലുകളുടെ പ്രധാനമായിട്ടും 3 തരമാണ്. ധമനി, ലോമിക, സിര എന്നിങ്ങനെ 3 രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഇനി രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണെന്ത് മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണെന്ത് ഹൃദയം എന്ന് പറയുന്നത്. രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. അപ്പോൾ രക്തത്തിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നതും എന്താണ് ഹൃദയമാണ്. ഇനി മനുഷ്യ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു മുഷ്ടിയോളമാണ് എന്ത് മനുഷ്യ ഹൃദയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കൈമുഷ്ടിയോളമാണെന്ത് മനുഷ്യ ഹൃദയത്തിൻ്റെ വലിപ്പം. അതുപോലെ ഔരാശയത്തിൻ്റെ ഉള്ളിൽ വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണെന്ത് മനുഷ്യ ഹൃദയം. വശങ്ങളിൽ എന്തുണ്ട്? ശ്വാസകോശങ്ങളുണ്ട്. പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ടാണ് പൊതിഞ്ഞതാണെന്ത് ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിന് എന്താണ് 4 അറകൾ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത? വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു മുഷ്ടിയോളം വലിപ്പമാണ്. പിന്നെ ഇതെവിടെയാണ്? ഔരാശയത്തിൻ്റെ ഉള്ളിൽ വാരിയല്ലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട വിധത്തിലാണെന്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്.
ഹൃദയത്തിൻ്റെ രണ്ട് വശങ്ങളിലും എന്തുണ്ട്? ശ്വാസകോശങ്ങളുണ്ട്. പിന്നെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം എന്ന് പറയുന്നത് പെരികാർഡിയാണ്. അപ്പോൾ പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ടാണ് എന്ത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്നത്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 അറകളാണ്. ഇനി നമുക്ക് ചില ജീവികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണവും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 അറകളാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് ഉള്ളത്. ഹൃദയത്തിൻ്റെ പ്രത്യേകതകളൊന്നും കൂടി നോക്കാം. കൈയിൻ്റെ ഒരു മുഷ്ടിയോളമാണ് വലിപ്പം. ഔരാശയത്തിൻ്റെ ഉള്ളിൽ വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ്. വശങ്ങളിൽ ശ്വാസകോശങ്ങളുണ്ട്. പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞതാണ്. അതുപോലെ 4 അറകളും ഉണ്ട്. ഇനി എന്താണ്, എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ടോ? ജീവികൾക്കൊക്കെ ഹൃദയമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 4ആണ്. ഇനി നമുക്ക് കുറച്ച് ജീവികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം പഠിക്കാണ്ട് പ്രധാന പോയിൻ്റാണ്. അത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ്, സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ റെനെ ലെനക് എന്ന ശാസ്ത്രജ്ഞനാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പാണ്. അത് കണ്ടെത്തിയത് ആരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത്. സ്റ്റെതസ്കോപ്പ് എന്തിനുള്ള ഉപകരണമാണ്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. റെനെ ലെനക്ക്, സ്റ്റെതസ്കോപ്പ്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം. 3 പോയിൻ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. റെനെ ലെനക്ക്. ഇനി നമുക്ക് വിവിധ ജീവികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നോക്കാം. മണ്ണിരയിലാണെങ്കിൽ എന്താണ്, 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് മണ്ണിരയിലുള്ളത്. മണ്ണിരയിൽ എത്ര ഹൃദയങ്ങളാണെന്ന് ചോദിച്ചാൽ 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ്. നമ്മുടെ കൂറയിലാണെങ്കിൽ എന്താണ്, 13 അറകളുള്ള ഹൃദയമാണെന്ന് നമുക്ക് കൂറക്കുള്ളത്. കൂറയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13ആണ്. മനുഷ്യൻ്റേത് 4 എന്ന് നമ്മൾ പറഞ്ഞു. മണ്ണിരക്കാണെങ്കിൽ 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഉള്ളത്. കൂറക്കാണെങ്കിൽ 13 അറകളുള്ള ഹൃദയമാണ്. മത്സ്യത്തിനാണെങ്കിൽ എന്താണ്, 2 അറകളുള്ള ഹൃദയം. മത്സ്യത്തിനാണെങ്കിൽ മനുഷ്യൻ്റെ നേരെ പകുതി 2 അറകളുള്ള ഹൃദയം. ഇനി പല്ലിക്കാണെങ്കിലോ 3 അറകളുള്ള ഹൃദയമാണ്. മുതലക്കാണെങ്കിൽ 4 അറകളുള്ള ഹൃദയമാണ്. പക്ഷികൾക്കാണെങ്കിൽ 4 അറകളുള്ള ഹൃദയമാണ്. അപ്പോൾ പക്ഷികൾ, മുതല, മനുഷ്യൻ ഇവക്കൊക്കെ എന്താണ്, 4 അറകളുള്ള ഹൃദയമാണ്. പക്ഷികൾ, മനുഷ്യൻ, മുതല എന്നിവക്കൊക്കെ 4 അറകളുള്ള ഹൃദയമാണ്. പല്ലിക്ക് 3 അറകളുള്ള ഹൃദയമാണ്. മത്സ്യത്തിന് 2 അറകളുള്ള ഹൃദയമാണ്. എന്നാൽ കൂറയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 13 അറകളുള്ള ഹൃദയമാണെന്ത് കൂറക്കുള്ളത്. കൂറ, പാറ്റ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ അറകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 13 അറകളാണെന്ത് കൂറയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണമുള്ള ജീവി കൂറയാണെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് വിശദമായിട്ട് പിന്നീട് പഠിക്കാനുള്ള കാര്യമാണ്. ഇനി മണ്ണിരയുടെ കാര്യം പറയുകയാണെങ്കിൽ 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് മണ്ണിരയുടെ പ്രത്യേകത. 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണെന്ത് മണ്ണിരയുടെ പ്രത്യേകത. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രധാന പോയിൻ്റാണ്. നോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. റെനെ ലെനക്ക് നമ്മൾ പറഞ്ഞു സ്റ്റെതസ്കോപ്പ്. ഇനി ഇവിടെ എന്താണ്, സ്റ്റെതസ്കോപ്പ് നിർമ്മിക്കാനാണ് നമുക്ക് കുട്ടികൾക്കുള്ളൊരിതാണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഹൃദയതാളം എന്നുള്ള ഭാഗത്ത് പറയുന്ന പോയിൻ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. അപ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. അപ്പോൾ മനുഷ്യഭ്രൂണത്തിന് വെറും 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. അതിൻ്റെ സ്പന്ദനം നിലക്കുന്നത് എപ്പോഴാണ്? മരണത്തോടെ മാത്രമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഭ്രൂണത്തിന് വെറും 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ നമ്മളെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. നമ്മുടെ മരണത്തോടെയാണ് എന്തുണ്ട് ഹൃദയത്തിൻ്റെ സ്പന്ദനം അവസാനിക്കുന്നത്. ഇനി സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ മിനിറ്റിൽ ശരാശരി 72 തവണയാണ് ഹൃദയം സ്പന്ദിക്കുന്നത്. അപ്പോൾ നമ്മളെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറഞ്ഞാൽ മിനിറ്റിൽ ശരാശരി 72 തവണ. അപ്പോൾ ഹൃദയസ്പന്ദന നിരക്ക്, നോർമൽ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറഞ്ഞാൽ ശരാശരി മിനിറ്റിൽ 72 തവണയാണ്. ശരാശരി മിനിറ്റിൽ 72 തവണയാണ് ഒരു ആരോഗ്യമുള്ള ആളിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്. അപ്പോൾ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറഞ്ഞാൽ മിനിറ്റിൽ
72 തവണയാണ്. മിനിറ്റിൽ 72 തവണയാണെന്ത് ആരോഗ്യമുള്ള ഒരാളിലെ ഹൃദയസ്പന്ദന നിരക്ക്. അപ്പോൾ ഹൃദയത്തിൻ്റെ സ്പന്ദനം ആരംഭിക്കുന്നത് ഭ്രൂണത്തിന് 22 ദിവസം ഉള്ളപ്പോൾ മുതലാണ്. മരണത്തോടെയാണ് അതിൻ്റെ സ്പന്ദനം അവസാനിക്കുന്നത്. ആരോഗ്യമുള്ള ആളിലെ ഒരു ശരാശരി 72 തവണയാണ്, മിനിറ്റിൽ 72 തവണയാണ് ആരോഗ്യമുള്ള ഒരാളിലെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തകരാറിലാക്കുന്ന ദുശ്ശീലങ്ങളാണെന്ത് പുകവലി, മദ്യപാനമൊക്കെ. അതുപോലെ അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരവും എന്ത് ചെയ്യും ഹൃദയാരോഗ്യത്തെ ബാധിക്കും. അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങളൊക്കെ നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോമണായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 തവണ. പിന്നെ ഭ്രൂണം 22 ദിവസം പ്രായമാകുമ്പോൾ ഹൃദയസ്പന്ദനം ആരംഭിക്കും. ഇനി മുറിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും രക്തക്കൊഴലുകളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകും. ഈ ഒരു രക്തപ്രവാഹം നിർത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മുറിവുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുറിവുണ്ടാകുമ്പോൾ നമ്മൾ രക്തക്കൊഴലുകളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു രക്തപ്രവാഹം നിൽക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും മുറിവ് വൃത്തിയാക്കണം. മുറിവിൽ അമർത്തി പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക. ഇനി രക്തപ്രവാഹം നിലക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ടൊക്കെ മുറി പൊതിഞ്ഞ് കെട്ടുക. അതിന് ശേഷം എന്ത് ചെയ്യുക വൈദ്യസഹായം തേടുക. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇനി ഇവിടെ പഠന പ്രവർത്തനത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത്? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താണ് ഉച്ഛ്വാസത്തിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് എന്താണ്? ശ്വാസകോശത്തിലെ വായുമർദ്ദം കൂടുന്നു, വായു അറകൾ വികസിക്കുന്നു, ഡയഫ്രം താഴേക്ക് വലിയുന്നു, ഔരാശയത്തിൽ വ്യാപ്തം കുറയുന്നു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് വായുമർദ്ദം ഇതിൽ പെടാത്തത് എന്താണ്? വായുമർദ്ദം കൂടുന്നു എന്നുള്ളതാണ് ഇത് ഉച്ഛ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും വായുമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഉച്ഛ്വസിക്കുമ്പോൾ വായുമർദ്ദം കുറയും, നിശ്വസിക്കുമ്പോൾ വായുമർദ്ദം കൂടും. അതാണ് ഓപ്ഷൻ എ ആണ് അതിൽ പെടാത്തത്. ശ്വാസനാളം തടസ്സപ്പെട്ട ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വെള്ളം കുടിക്കാൻ നൽകുക, മുഖത്ത് വെള്ളം കുടയുക, കസേരയിൽ ഇരുത്തുക, ശ്വാസതടസ്സം നീക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ശ്വാസതടസ്സം നീക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുള്ള 2 മെത്തേഡ് നമ്മൾ മുതിർന്നവരിലും കുട്ടികളിലും എങ്ങനെ ചെയ്യണം എന്നുള്ളത് മുകളിൽ പറഞ്ഞതാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.